ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. അതായത് ഓട്ടോമൊബൈൽ ഗാഡ്ജറ്റ്സിൻ്റെ പുതിയ ഷോറൂം ഇന്ന് കോഴിക്കോട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു 7 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ 8:15 11 മണിക്കാണ് ഇനോഗ്രേഷൻ സെറിമണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനും പപ്പയും പിന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സ് കൂടിയിട്ടാണ് ഇനോഗ്രേഷന് പോകുന്നത്. അതായത് ഉമ്മാക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു വാവ ഉള്ളത് കാരണം എന്തായാലും ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടാണിപ്പോൾ. റിലേറ്റീവ്സൊക്കെ കുറച്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇവിടുന്ന് കോഴിക്കോടേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ട്രാവലിംഗ് ഒരു പ്രശ്നമായതുകൊണ്ട് അടുത്ത ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇനോഗ്രേഷൻ നടക്കുന്ന കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ ഓഫീസ് റൂമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ നേരെ അവിടേക്കായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 10:45 ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളവിടെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനോഗ്രേഷൻ്റെ ചോക്ലേറ്റ്സും പിന്നെ ഷൂട്ടിങ്ങും ഒക്കെ ഒന്ന് സെറ്റാക്കി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട്, ഇവൻ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക്സും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ അവിടെ എന്തോ ഒരു ഗാഡ്ജറ്റ് കണ്ടിട്ട് പപ്പൻ്റെ അടുത്ത് എന്തോ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇനോഗ്രേഷൻ്റെ ടൈം ആയി വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഗസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക്. ചോക്ലേറ്റ്സ് കണ്ടപ്പോൾ പിന്നെ സിസ്റ്ററിന് ഒരേ വാശി, എന്തായാലും എനിക്ക് വേണം. അപ്പോൾ അതിങ്ങനെ പപ്പൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഏരിയ ആണ് കേട്ടോ റിസപ്ഷൻ. പിന്നെ ആപ്പയും ഫാമിലിയും ഒക്കെ വരാൻ കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് 11 ആകുമ്പോഴേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ സിസ്റ്റർ പറയാ, എന്നെ കൂടി ഒന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടെന്ന്. അപ്പോൾ അങ്ങനെ എടുത്താണ് ഈ വീഡിയോ. ഇനോഗ്രേഷൻ്റെ ടൈം ആകുമ്പോഴേക്ക് എല്ലാവരും പുറത്തേക്ക് വന്നു. പിന്നെ നമ്മൾ ഗസ്റ്റിനെ വെയിറ്റിംഗ് ആയിരുന്നു. ഇവൻ്റൊക്കെ ഒന്നും പറയാനില്ല, നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്കും സ്നാക്സും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അദ്നാൻ മുസ്തഫ സാറായിരുന്നു ഇനോഗ്രേഷൻ. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കായി. പിന്നെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇനോഗ്രേഷന് നടന്നിട്ടുണ്ട്. ഒരു ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് ഡേയ്സിൻ്റെ ഒരു റിസൾട്ടാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ എല്ലാവരും ഷോപ്പിൻ്റെ അകത്തേക്ക് പോയി. ഒരുപാട് പേര് ഗസ്റ്റായിട്ടും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോറൂം കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഗാഡ്ജറ്റ്സ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്നെസ് നമുക്കതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോജക്ട്സ് ഇനിയും ലോഞ്ച് ചെയ്യാൻ ബാക്കിയാണ്. അവിടെ ഉള്ള പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. പിന്നെ സ്നാക്സും ജ്യൂസൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സ്നാക്സിൽ വരുന്നത് 2 ടൈപ്പാണ്. ഒരു കപ്പ് കേക്കും ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടി വരുന്നുണ്ടായിരുന്നു. സ്നാക്സ് രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്പീക്കേഴ്സ്, ഇയർബഡ്സ് അതുപോലെ തന്നെ ഹെഡ്ഫോൺസ് ഒക്കെ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ അവൈലബിൾ ആണ്. ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണ്. ഒരു ആഫ്റ്റർനൂൺ ഒക്കെ ആയപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു. എൻ്റെ സിസ്റ്ററിന് ചോക്ലേറ്റ് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അവൾ ഈ കേക്ക് എന്ന് പറയുന്നത്. അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവൾ. ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി.
ഇന്ന് നമ്മുടെ ലഞ്ച് റഹ്മത്ത് ഹോട്ടലിലുള്ള ബിരിയാണിയാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ബിരിയാണി നല്ല ടേസ്റ്റി ആണെന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ആ ഒരു ഹോട്ടലിലേക്ക് പോയത്. ബിരിയാണി ആ ഒരു ഹൈപ്പിന് വേർത്താണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഓക്കെ റേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് തലശ്ശേരി ബിരിയാണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് തലശ്ശേരി ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ചിക്കൻ 65 ആയിരുന്നു ഓർഡർ ചെയ്തത്. അതൊരു ഓക്കെ ആയിരുന്നു, രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് മൊബൈൽ ആക്സസറീസ് നോക്കാം. ഇതൊരു ഫാസ്റ്റ് ചാർജിങ് കേബിളാണ്. പിന്നെ ഇത് വരുന്നത് ഒരു എയർപോഡ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് എയർപോഡ്സ് ഉണ്ട്. ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു മാഗ്നറ്റിക് വയർലെസ് ചാർജറാണ്. അതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. ചാർജേഴ്സ്, ഹെഡ്ഫോൺസ്, സ്മാർട്ട് വാച്ചസ്, അതുപോലെ തന്നെ കാർ മൗണ്ട് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ആണ് വരുന്നത്. ഇതൊരു ഹെഡ്ഫോണാണ്, നമ്മുടെ പേപ്പർ സോപ്പിൻ്റെ ആ ഒരു ബോട്ടിൽ ലൈക്ക് അങ്ങനെ വരുന്നത്. ഇത് ഒരു ഐസ്ക്രീമിൻ്റെ പാക്കേജിംഗ് ആണ് വരുന്നത്. അതും ഒരു ഹെഡ്ഫോണാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സ്പീക്കർ, ഇതും ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു കെറ്റിൽ ലൈക്ക് സ്പീക്കർ ഒക്കെ അടിപൊളിയാണ്. എനിക്ക് പ്രൊഡക്ട്സൊക്കെ പേഴ്സണലി നല്ല ഇഷ്ടമായി. ഈ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം, ഒരു ഗ്രൂപ്പിൻ്റെ. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്ത് തന്നാൽ മതി. നിങ്ങളുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് കൊറിയറായിട്ട് വരും. വ്ളോഗേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പോഡ്സ്, ലൈറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്പീക്കർ പ്ലസ് മൈക്ക് വരുന്ന ഒരു സെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ഈ ഒരു ഇത് നല്ല ക്യൂട്ട് പാക്കേജിംഗ് ആണ്. നമ്മുടെ ഐസ്ക്രീം, ബോൾ ഐസ്ക്രീമിൻ്റെ പാക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇത് കെറ്റിൽ ലൈക്ക് സ്പീക്കറാണ്. പിന്നെ ഈ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബോക്സ് ടൈപ്പ് പാക്കിങ്ങിലാണ് ഈ ഒരു എയർപോഡ് വരുന്നത്. ഇതും കാണാൻ നല്ല ക്യൂട്ടാണ്. കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ചെറിയൊരു ഏരിയയും നമ്മുടെ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏരിയ വരുന്നുണ്ട്. ഒന്ന് ഒരു ഓഫീസ് റൂമാണ്, പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഹോട്ടലിൽ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആപ്പാൻ്റെ വൈഫും കുട്ടികളും ഞാനും എൻ്റെ സിസ്റ്റേഴ്സുമാണ് പോകുന്നത്. പ്രോഗ്രാം ഒന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. റൂമിലേക്ക് ഓടുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് നല്ല രീതിയിൽ ഇനോഗ്രേഷന് കഴിഞ്ഞതിൽ. പിന്നെ കുട്ടികളൊക്കെ റൂമിൽ നിന്ന് നല്ല കളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ നമ്മളും കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. ഇനോഗ്രേഷനെ പറ്റിയൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്.